നിസാരമായ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ഇപ്പൊ സിഹിറാണോ, ഏത് മൂല്യാരുടെ അടുത്തൊക്കെ പോവാന്ന്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്നാണ്. മാറാത്തൊരു സിഹിറോ പ്രയാസമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അസ്മാ ചികിത്സകളൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. ഇതില്ല എന്ന് പറയാൻ പറ്റൂല, അതൊക്കെ അസലുള്ളത് തന്നെയാണ്. അതിനനുസരിച്ചുള്ള മുഅ്മിനീങ്ങൾ അത് ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും. അതേസമയം ചെറിയൊരു പ്രശ്നമുണ്ട് തോന്നുമ്പോഴേക്ക് ബസ്സും വിളിച്ച് കാറും വിളിച്ച് പോവാണ്, ഏതോ ഒരു സ്ഥലത്തൊരു മൂല്യാരുണ്ട്, അങ്ങോട്ടൊരു പാച്ചിൽ. അങ്ങനെ ചെയ്യേണ്ടെന്നാണ് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്. തവക്കുൽ വേണം നമുക്ക്. ഞങ്ങൾക്ക് മാരകമായിട്ടുള്ള വല്ല അസുഖങ്ങളും ബുദ്ധിമുട്ടും എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥ. വീട്ടിൽ താമസിക്കുമ്പോൾ തീരെ സമാധാനം കിട്ടുന്നില്ല, അങ്ങനെ പല കോലത്തിലുള്ള സിഹിർ ശൈത്താനിയായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ വിശ്വസ്തരായിട്ടുള്ള അല്ലാഹുവിനെ ഭയമുള്ള മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെടുത്ത് പോയി അവർ ചികിത്സ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ ഫലം ഉണ്ടാകും. അതും അള്ളാഹിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് പറയാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്, അവരെ തവസ്സുല് ചെയ്യാം. അതല്ലാതെ ചെറിയൊരു അസുഖമോ പ്രയാസമോ വരുമ്പോഴേക്ക് ഏതോ ഒരു ചികിത്സക്കാരൻ്റെ അല്ലെങ്കിൽ മൂല്യാരുടെ അടുത്തേക്ക് പായണം എന്നെങ്കിലേ എൻ്റെ രോഗം മാറും എന്ന് കരുതണ്ട. അത്യാവശ്യം ഉണ്ടെങ്കിൽ സിഹിറൊക്കെ ബാത്തിലാക്കാൻ മുഅ്മിനീങ്ങളുണ്ട്, അവിടെ പോകുന്നതുകൊണ്ട് തെറ്റുമില്ല. പക്ഷേ ഇത് ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്ക് പുയ്യാപ്പള പോലും അറിയാണ്ട പായാണ്. ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. അങ്ങനത്തെ യാത്രകൾ തന്നെ ഹറാമാണ്. നിങ്ങളുടെ മെഹറമില്ലാതെ സുന്നത്തായ ഉംറക്ക് പോലും പോകൽ ഹറാം. അപ്പൊ അത്രക്ക് കൃത്യമാണ് ദീനിന്റെ ഓരോ നിയമങ്ങൾ. അപ്പൊ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ല. ബിസ്വബരി വസ്സലാ, നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹുവിനോട് നിസ്കരിച്ചുകൊണ്ട് സഹായം തേടാന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തുക്കളൊക്കെ അതാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിക്കുകയും അള്ളാഹുവിനോട് നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഒരു ഫതഹ് നൽകും.